ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെറുപയർ കറിയായിട്ടാണ്. ചെറുപയറിൻ്റെ പലതരം കറികൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. തേങ്ങ അരച്ചതും അരക്കാത്തതും അങ്ങനെ പലതരം കറികൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് അതിൽ വ്യത്യസ്തമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളത് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുകയാണ്. 2 കപ്പ് 2.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. 2 വിസിലിന് തന്നെ വെന്തോളും. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ കറിക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് ഒരു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം മതി. ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, എല്ലാം വളരെ കുറച്ച് മതി. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ്. കുരുമുളക് ഞാനിങ്ങനെ ഹോൾ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പൊടിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ ഇടുന്നതാണ്. അത് കടിക്കുന്നുള്ള പ്രശ്നമുള്ളവർക്ക് പൊടിയിടാം. ഒരു ചെറിയ സവാളേൻ്റെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഞാനിപ്പോൾ ഒരു സവാളേൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പട്ടയും ഗ്രാമ്പും ഒക്കെ വളരെ കുറച്ച് മതി. മാത്രമല്ല നമുക്ക് 1/2 കപ്പ് ചെറുപയറേ ഉള്ളൂ. 3-4 ആൾക്കാരുള്ള വീടിന് അത് മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് 1 ടീസ്പൂൺ ഉണ്ട്. അതും ഒരുപാടൊന്നും വേണ്ട. നമ്മൾ 1/2 കപ്പ് ചെറുപയറേ ഉള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് മതി. പച്ചമുളക് 2 എണ്ണം, വേണ്ടവർക്ക് 2 എണ്ണം ഇടാം. ഞാൻ 1 എണ്ണം നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട്, ഒരു പിടി തേങ്ങ മതി, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് തേങ്ങ മതി, ഒരു 1/4 കപ്പ് പോലും വേണ്ട. ഒരു ചെറിയ തക്കാളി, കൂടിപ്പോയാൽ 1/4 കപ്പ്, അതിൻ്റെ ഏറെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് കുറയും, കറിൻ്റെ ഫ്ലേവർ തന്നെ മാറും. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. പൊടികളൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിയുടെ കളർ തന്നെ കാണാൻ തന്നെ നല്ലൊരു കളറാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അതുപോലെ പച്ചമുളകും അങ്ങനെ തന്നെ. ഇനി ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുള്ള ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുത്തു. 2 വിസിൽ മതി ചെറുപയർ വേവാൻ. വെള്ളത്തിലിട്ട് വെക്കുകയൊന്നും വേണ്ട. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറിൻ്റെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോവും. ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേവിക്കുമ്പോൾ. 2 വിസിൽ മതിയല്ലോ. മാത്രമല്ല ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഉപ്പിട്ട് വേവിച്ചാൽ അത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് വറവിട്ടെടുക്കണം. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഈ വറവിട്ടെടുക്കുന്നതിലാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് മതി. കടുക് പൊട്ടുമ്പോൾ നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം നിർബന്ധമായിട്ടും തന്നെ ഇടണം ഈ കറിയിൽ. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 കപ്പോളം ഉണ്ട്, ഏകദേശം 1/4 കപ്പോളം ഉണ്ട്. കുറച്ച് അധികം തന്നെ എടുക്കുക ചെറിയ ഉള്ളി. തൊലി കളയാനൊക്കെ ഇത്തിരി മടിയായിരിക്കും എല്ലാവർക്കും, എന്നാലും കുറച്ചധികം തന്നെ എടുക്കുക. ശരിക്കും ഈ ചെറിയ ഉള്ളി വറവിടുമ്പോഴാണ് ഈ കറി കൂടുതൽ ടേസ്റ്റി ആവുന്നത്. സവാളയോ അങ്ങനെയൊന്നും ഇട്ട്, മാത്രമല്ല വെറും കടുകിട്ട് വറവിട്ടാലും ഇത്രയും ടേസ്റ്റ് കിട്ടൂല. അതിനുവേണ്ടിയാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതും. കറി ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ ചെറുപയർ വെന്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ കൂടുതൽ സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുള്ളതുമാണ്. ഉപ്പ് പിടിക്കാത്ത പ്രശ്നം വരില്ല. ഉള്ളി വെന്ത് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു. ഇനി അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മൊരിയണം, ഗോൾഡൻ കളറാവണം. നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ശരിക്കും ഈ വറവിടൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് കറി ഇത്രയും ടേസ്റ്റി ആവുന്നത്.
ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ. ഞങ്ങൾ പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചത്. പുട്ടിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അത്. അപ്പോൾ ഇതാ കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന കറിയാണ്. പൊതുവെ ചെറുപയർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് നല്ല ഇഷ്ടമാവും. വെറൈറ്റി ആയിട്ടുള്ളൊരു കറി. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്